പല ആളുകളും തസ്ബീഹ് മാല, മെഷീൻ കൗണ്ടർ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നബി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നത് വിരലുകൾ കൊണ്ട് ദിക്ർ ചൊല്ലാനാണ്. അങ്ങനെ ചെയ്യുമ്പോഴേ നാളെ ഖിയാമത്ത് നാളിൽ നമുക്ക് വേണ്ടി നമ്മുടെ വിരലുകൾ സാക്ഷി പറയുകയും നമുക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുമെന്നാണ്. തസ്ബീഹ് മാല ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഭയപ്പെടണം. ഒന്നാമതായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച അധ്യാപനങ്ങൾക്കെതിരാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച എന്താ? വിരലുകൾ കൊണ്ട് നമ്മൾ ദിക്ർ ചൊല്ലാനാണ്. വിരലുകൾ കൊണ്ട് ദിക്ർ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചു എന്നത് ശരി തന്നെ. എന്നാൽ ഈ ഹദീസിൽ എവിടെയാണ് തസ്ബീഹ് മാല ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഈ ഹദീസിൽ നിന്ന് എവിടെ നിന്നാണ് നബി തങ്ങളുടെ സുന്നത്തിന് എതിരാണ് തസ്ബീഹ് മാല എന്ന് കിട്ടുന്നത്? മുത്തുനബിയുടെ പത്നിമാരും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള നിരവധി സ്വഹാബി പ്രമുഖരും ചരൽക്കല്ലുകളും കാരക്കക്കുരുക്കളും ഉപയോഗിച്ചും കെട്ടിയിട്ട നൂലുകൊണ്ടും തസ്ബീഹുകളും ദിക്റുകളും ചൊല്ലിയതായി നിരവധി സഹിഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇബ്നു ഹജറുൽ അസ്ഖലാനി, ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹും എന്നീ മഹാരഥന്മാരായ പണ്ഡിതന്മാർ തസ്ബീഹ് മാല ഉപയോഗിക്കുന്നതിന് തെളിവായി ഈ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചൊല്ലുന്നവർ ചൊല്ലിക്കോട്ടെ, വഹാബികൾക്ക് ചൊല്ലാൻ താല്പര്യമില്ലെങ്കിൽ ചൊല്ലണ്ട. ദയവ് ചെയ്ത് നന്മകൾ മുടക്കരുത്. ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിരവധി പ്രത്യേകതകളുള്ള ഒരു തസ്ബീഹ് മാല നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. നൂഹ് നബിയുടെ കപ്പലുണ്ടാക്കാൻ ഉപയോഗിച്ച മൂസാ നബിയുടെ വടി ഉണ്ടാക്കിയ കൂഹ് മരത്തിന്റെ കാൽ കൊണ്ട് നിർമ്മിച്ച തസ്ബീഹ് മാലയാണിത്. ചൊല്ലാൻ കഴിയുന്നവർക്ക് ഒറ്റയിരിപ്പിൽ 10 ലക്ഷം വരെ ദിക്റുകൾ ഈ തസ്ബീഹ് മാല ഉപയോഗിച്ച് ചൊല്ലാൻ സാധിക്കും. ആർക്ക്